നമ്മൾ ഹോർമുസ് കടലിടുക്ക് വാർത്തയുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഹോർമുസിൽ കച്ചവട കണ്ണുമായി അമേരിക്ക നടത്തിയ നീക്കം GCC രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവായി. കപ്പലുകളിൽ നിന്ന് 20% ചുങ്കം പിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനെയാണ് ഗൾഫ് രാജ്യങ്ങൾ കൂട്ടത്തോടെ എതിർത്തത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 13 ഇന്ത്യക്കാരാണ്. 3 പേരെ കാണാതാവുകയും ചെയ്തു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫോക്സ് ന്യൂസിൽ കൊടുത്ത അഭിമുഖം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഹോർമുസ് ഏറ്റെടുക്കുകയാണ്, മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുഗമമായി പോവാം, ഞങ്ങൾ ആ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെന്നതുൾപ്പെടെ ട്രംപ് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതാണ് ഈ GCC രാജ്യങ്ങൾ കൂട്ടത്തോടെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. വി വിനോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, അമേരിക്ക അങ്ങനെ ഒരു നടത്തിയ പ്രഖ്യാപനമാണ്, ട്രംപ് നടത്തിയ പ്രഖ്യാപനമാണ്. അതിൽ നിന്നും പിന്നോട്ട് വലിയാനുള്ളൊരു കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഹരി, ഇറാന് നേരെയുള്ള ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ പൊതുവിൽ ഉയർന്ന സംശയമാണ് ഇത് ഇറാന്റെ ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം മാത്രമല്ല, ഹോർമൂസിന് മേൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, അങ്ങനെ ഒരു കണ്ണുണ്ട് എന്ന കാര്യം അതിപ്പോൾ പ്രകടമായിരിക്കുന്നു. നേരത്തെ തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ചില പ്രസ്താവനകൾ ഉണ്ടായതാണ്. ഇറാനെ പിഴിയുകയാണ്, അല്ലെങ്കിൽ ഹോർമൂസ് വഴി അമേരിക്കയ്ക്ക് പണമുണ്ടാകുന്നു, അതൊരു ലാഭക്കച്ചവടമാണ് ഈ യുദ്ധമെന്ന പരാമർശം നേരത്തെ തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി പ്രകടമായി 20% ചുങ്കം പിരിക്കാനുള്ള വളരെ വലിയൊരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിപ്പോൾ GCC രാജ്യങ്ങൾ കൂട്ടത്തോടെ എതിർത്തതോടുകൂടി ആ തീരുമാനം പിൻവലിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് തുടക്കം മുതലുള്ള സംശയം. ഇസ്രായേലിൻ്റെ ഭീതി പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ഭയക്കുന്നു, ആണവശക്തിയാകുമോ ഇറാൻ എന്നുള്ള ഒരു ഭയമാണ് ഇസ്രായേലിനുള്ളത് എന്ന പേരിലാണ് അമേരിക്ക ഈ ഒരു ആക്രമണത്തിന് തന്നെ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ അത് ഹോർമൂസിൽ വന്നു നിൽക്കുന്നു. അതായത് അമേരിക്കയ്ക്ക് ഇവിടെ കച്ചവട താല്പര്യമാണ് എന്നത് വളരെ വ്യക്തമാണ്. എങ്ങനെ ഹോർമൂസിൽ അധികാരം സ്ഥാപിക്കാം? ട്രംപിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനമാണ്. ഹോർമൂസിൻ്റെ ഗാർഡിയൻ അമേരിക്കയാണ്, US ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തുള്ള കപ്പലുകൾക്ക് കടന്നു പോകുന്നതിനുള്ള എല്ലാ സൗകര്യവും അമേരിക്ക ഒരുക്കും. അതായത് ഇല്ലാത്തൊരു പ്രശ്നം ഒരു മേഖലയിൽ സൃഷ്ടിക്കുകയും അവിടുത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അവിടെ പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷിതത്വം ഒരുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും ഏറ്റവും ഒടുവിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് 20% ചുങ്കം പിരിക്കാനുള്ള തീരുമാനം ട്രംപ് കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ വളരെ കൃത്യമാണ് അമേരിക്കയ്ക്ക് അങ്ങനെ വലിയൊരു കച്ചവട താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഒരുക്കുന്ന GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ പല രാജ്യങ്ങളിലും ഒപ്പക്കിൽ നിന്ന് പുറത്തു പോവുകയും അവർ സ്വതന്ത്രമായ വിപണി കണ്ടെത്തുകയും വില കുറച്ച് എണ്ണ വിൽക്കുകയുമാണ്. ഇത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ 20% നികുതി കൂടി കൊടുക്കണം എന്ന കാര്യം വരുമ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ കപ്പലുകൾ പോകും, കൂടുതൽ രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നതിന് നിർബന്ധിതരാകും. കാരണം ഹോർമൂസിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് റഷ്യയാണ്. അവരുടെ എണ്ണ വലിയ തോതിൽ ഈ സാഹചര്യത്തിൽ വിറ്റഴിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ചും ഇത് മെച്ചമുണ്ടാകും. കാരണം ഹോർമൂസിലെ ചുങ്കപ്പിരിവ്, അതോടൊപ്പം തന്നെ അമേരിക്കൻ ഇന്ധനത്തിന് ആഗോള തലത്തിലുണ്ടാകുന്ന ഒരു താല്പര്യം, അവർക്ക് അതുവഴി കൂടുതൽ പണമുണ്ടാകുന്ന സാഹചര്യം. വെനിസ്വേലയിൽ നിന്ന് എണ്ണ ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് വെനിസ്വേലയുടെ പ്രവർത്തനം നടക്കുന്നത്. അവിടെ നിന്നുള്ള എണ്ണ വാങ്ങണമെന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പൊതുവിൽ അമേരിക്കയ്ക്ക് ആകെ മെച്ചമുണ്ടാകുന്ന നിലയിലേക്ക് ഈ ഹോർമൂസിലെ പ്രശ്നങ്ങളെ കൊണ്ടുപോകാനാണ് ട്രംപിൻ്റെ താല്പര്യം. ആ താല്പര്യമാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ പൊളിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ജീവഹാനി, ഇന്ത്യക്കാർക്കുണ്ടായ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, അത് 13 ഇന്ത്യക്കാർക്ക്, പശ്ചിമേഷ്യൻ സംഘർഷം ഫെബ്രുവരി 28 തുടങ്ങിയതാണ്. അതുമുതൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു, 3 പേരെ കാണാതായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പതാകയുള്ള കപ്പലിലെ ജീവനക്കാരൻ കൊല്ലപ്പെട്ടത്. അത് ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അങ്ങനെ ജീവൻ നഷ്ടമായത്. കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിലാണ്. അമേരിക്കയുടെ ആക്രമണത്തിലും ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇന്ത്യക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ഹോർമൂസിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതോടുകൂടി ആഗോളതലത്തിൽ എണ്ണ വിലയും ഉയരുകയാണ്. ഒരു തരത്തിൽ $64 എന്നൊക്കെയുള്ള നിലയിലേക്ക് താഴ്ന്ന ബാരലിന് ഡോളറിൻ്റെ ആ ഒരു വിലയിൽ താഴ്ന്ന നിരക്കാണ് ഇപ്പോൾ വീണ്ടും കുതിച്ചു കയറുന്നത്. അതും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഹരി, 13 ഇന്ത്യക്കാരാണ് ഈ സംഘർഷത്തിൽ, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടെന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ട്രംപിൻ്റെ ഒരു വലിയ ധാരണയായിരുന്നു ഈ ചുങ്കം പിരിക്കുക, ഹോർമുസ് കടലെടുക്ക് നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ GCC രാജ്യങ്ങളുടെ എതിർപ്പ് മൂലം ആ പദ്ധതി തന്നെ അങ്ങ് പാളിപ്പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിയത്. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.